Dear students, welcome to the class of non-destructive testing. In this class, we will discuss the topics lift-off effect, fill factor, edge effect, end effect, impedance plane diagram, depth of penetration of eddy current testing, then relation between frequency and depth of penetration. ലാസ്റ്റ് ക്ലാസ്സിൽ എഡ്ഡി കറൻറ്റ് ടെസ്റ്റിംഗ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളും അതേപോലെ അതിൻ്റെ ബേസിക് ഫിസിക്സ് ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളൊന്ന് നോക്കാം. എഡ്ഡി കറൻറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡാണ്. മെയിൻലി യൂസ് ചെയ്യുന്നത് കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്ഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ബേസിക് ആയിട്ട് വരുന്നത് അതിൻ്റെ എഡ്ഡി കറൻറ്റ് ടെസ്റ്റിങ്ങിൻ്റെ പ്രോബാണ്. ബേസിക് അപ്പാരറ്റസിൽ വരുന്നത് അതിൻ്റെ പ്രോബാണ്. പ്രോബ് എന്ന് വെച്ചാൽ ഈ കോയിലാണ്. അതിലൂടെ എന്ത് ചെയ്യും? ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യിക്കും. ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യിക്കുന്ന സമയത്ത് അതിൽ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു കോയിൽ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യിക്കുന്ന കോയിൽ ടെസ്റ്റ് സ്പെസിമെൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും. ആ സമയത്ത് ആ ടെസ്റ്റ് സ്പെസിമെൻ എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് മെറ്റീരിയലാണ്. ഓക്കെ, എഡ്ഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് മെറ്റീരിയൽസിന് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ കണ്ടക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ അടുത്തോട്ട് ഈ ഒരു കോയിൽ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യുന്ന കോയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇതിൽ എഡ്ഡി കറൻറ്റ്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ എഡ്ഡി കറൻറ്റ് അതിന് അതിൻ്റേതായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ കാണിച്ചിരിക്കുന്നത് കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതിലൂടെ എ സി കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ ജനറേറ്റ് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് എഡ്ഡി കറൻസ്, സർക്കുലർ കറൻസ് ആ കണ്ടക്റ്റീവ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടെസ്റ്റ് സ്പെസിമെനിൽ ഫോം ചെയ്തു. അതിന് അതിൻ്റേതായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവല്. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, എഡ്ഡി കറൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ ഓപ്പോസ് ചെയ്യുന്ന സമയത്ത് ആ കോയിലിൻ്റെ ഇമ്പിഡൻസിനൊരു ചേഞ്ച് ഉണ്ടാവും. ആ ഇമ്പിഡൻസ് ചേഞ്ച് ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റിംഗ് ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. ഇമ്പിഡൻസ് ചേഞ്ച് മാത്രമല്ല, അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വോൾട്ടേജ് ചേഞ്ച് അല്ലെങ്കിൽ കറൻറ്റ് ചേഞ്ച് ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഇമ്പിഡൻസ് ചേഞ്ച്, വോൾട്ടേജ് ചേഞ്ച് അല്ലെങ്കിൽ കറൻറ്റ് ചേഞ്ച് അല്ലെങ്കിൽ വോൾട്ട്മീറ്റർ, അമ്മീറ്റർ അല്ലെങ്കിൽ ഇമ്പിഡൻസ് പ്ലെയിൻ ഏത് വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പർട്ടിക്കുലർ ഇന്ന് തന്നെ വേണമെന്നില്ല, ഏത് രീതിയിലും ഇതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ഡിഫക്റ്റ് ഫ്രീ മെറ്റീരിയൽ ആവുന്ന സമയത്ത് അതിൻ്റെ ആ ഇമ്പിഡൻസ് റെസ്പോൺസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡിസ്പ്ലേയിൽ എന്ന് വെച്ചാൽ ഇമ്പിഡൻസ് പ്ലെയിൻ റെസ്പോൺസാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഡിഫക്റ്റ് ഫ്രീ ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു കർവ്, ഓക്കെ, ഈ ഒരു കർവാണ് നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവുക. ഈ കർവിൻ്റെ നേച്ചർ എങ്ങനെയാണ് വരുന്നതൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ആ ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഒരു ഡിഫക്റ്റ്, ഒരു സർഫസ് ഡിഫക്റ്റ് ഉണ്ട് എന്ന് വെച്ചോ. ആ സമയത്ത് എന്താണ്? ഇതിലെ എഡ്ഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷനെ അത് അഫക്റ്റ് ചെയ്യും. ആ സമയത്ത് എന്താണ്? ഇതിൻ്റെ കോയിൽ ഇമ്പിഡൻസിന്, ഇവിടെയുള്ള എഡ്ഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത് അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഇതിൻ്റെ കോയിൽ ഇമ്പിഡൻസിനും വേരിയേഷൻ വരും. ആ ഒരു വേരിയേഷൻ വരുന്ന സമയത്ത് അത് ഡിസ്പ്ലേയിൽ കാണിക്കുകയും ചെയ്യും. ആ സമയത്ത് എന്ത് മനസ്സിലാവും? അവർ പർട്ടിക്കുലർ സ്പെസിമെനിൽ ഡിഫക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു ചെറിയ ഈ റൈറ്റ് സൈഡിലെ സ്പൈക്ക് കണക്കിന് കാണുന്ന ഇത്, അതാണ് ഡിഫക്റ്റ് സിഗ്നലായിട്ട് വരുന്നത്. മെറ്റീരിയൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സിഗ്നലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇൻ കേസ് ഡിഫക്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു കർവ് അത് മാത്രമേ അതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അതാണ് ഈ ഡിസ്പ്ലേയിൽ ആക്ച്വലി ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിലൊരു റെസ്പോൺസ് കാണിച്ചു തരും. ഇതിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ, ഇതിപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് ഇമ്പിഡൻസ് പ്ലെയിൻ റെസ്പോൺസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വോൾട്ട്മീറ്ററോ അമ്മീറ്ററോ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ ആ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വേരിയേഷൻ, സിഗ്നൽ വേരിയേഷൻ നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. എഡ്ഡി കറൻറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സർഫസ് എൻ ഡി ടി മെത്തേഡാണ്. സർഫസ് എൻ ഡി ടി അല്ല, സബ് സർഫസ് ഡിഫക്റ്റ്, സർഫസ് ആൻഡ് സബ് സർഫസ് ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഇനി ലിഫ്റ്റ് ഓഫ് ഇഫക്റ്റ്. For a simple geometry like eddy current probe over a metallic plate, the distance between probe and plate being inspected is called lift off. ലിഫ്റ്റ് ഓഫ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്.
ഏതൊക്കെ തമ്മിൽ? പ്രോബ്. ഇതാണ് എഡി കറന്റ് പ്രോബ്. ആ കോയിലിനെയാണ് എഡി കറന്റ് പ്രോബ് എന്ന് പറയുന്നത്. ആ പ്രോബും ഈ ടെസ്റ്റ് പീസും തമ്മിലെ ഈ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബും ഈ ടെസ്റ്റ് പീസും തമ്മിലെ ഡിഫറൻസിനെയാണ് ലിഫ്റ്റ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ജോമെട്രി ഇതാണ് എഡി കറന്റ് പ്രോബ് ഓവർ എ മെറ്റാലിക് പ്ലേറ്റ്. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ലിഫ്റ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇനി ഇതിപ്പം ഒരു ഫ്ലാറ്റ് പ്ലേറ്റിനാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് സിലിണ്ട്രിക്കൽ പാർട്സ് അതേപോലെ ട്യൂബ്സ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. ആ ഒരു കേസിൽ ഈ ലിഫ്റ്റ് ഓഫിന് ഇക്വാലൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് എൻസർക്ലിംഗ് ഓർ ഇൻസൈഡ് കോയിൽസ് ആർ യൂസ്ഡ് ഫോർ ഇൻസ്പെക്ടിങ് റോഡ്സ് ഓർ ട്യൂബ്സ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫിൽ ഫാക്ടർ. ഇതാണ് എൻസർക്ലിംഗ് പ്രോബ് എന്ന് പറയുന്നത്. ഇത് ഇൻസൈഡ് കോയിൽ. ഈ ഒരു കേസിൽ ലിഫ്റ്റ് ഓഫ് എന്നുള്ള ടേമല്ല യൂസ് ചെയ്യുന്നത്. അതിന് പകരം യൂസ് ചെയ്യുന്നത് എന്താണ്? ഫിൽ ഫാക്ടർ എന്ന് പറഞ്ഞ ടേമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലിഫ്റ്റ് ഓഫിൻ്റെ സിഗ്നിഫിക്കൻസ്. ആസ് ലിഫ്റ്റ് ഓഫ് ഇൻക്രീസസ് ദ എഡി കറന്റ് ഡെൻസിറ്റി ഇൻ ദ മെറ്റീരിയൽ, ഇൻ ടേൺ ഇമ്പിഡൻസ് ചേഞ്ച് ഇൻ ദ പ്രോബ് ഡിക്രീസസ്. അതായത് ലിഫ്റ്റ് ഓഫ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് കൂടുക. അതായത് ഈ ഒരു പ്രോബും ഈ വർക്ക് പീസും തമ്മിലെ ഡിസ്റ്റൻസ് കൂടുതൽ, അതാണ് ലിഫ്റ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ ഒരു മെറ്റീരിയലിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന എഡി കറന്റ് ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. ഇത് നോർമലി ഈ ഒരു പ്രോബ് എന്ന് പറയുന്നത് ടെസ്റ്റ് പീസിൻ്റെ അടുത്ത് വെക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇതിൽ കൂടുതൽ എഡി കറന്റ് ഡെൻസിറ്റി ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ആ മെറ്റീരിയലിലെ എഡി കറന്റ് ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അതിന് പ്രൊപ്പോർഷണലായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഇമ്പിഡൻസ് ചേഞ്ച് എന്ന് പറയുന്നതും ലെസ് ആയിരിക്കും. ഇൻ വ്യൂ ഓഫ് ദിസ്, ഫോർ അച്ചീവിങ് ബെറ്റർ സെൻസിറ്റിവിറ്റി, ഇറ്റ് ഈസ് ഓൾവേസ് ഡിസൈറബിൾ ടു സെറ്റ് ലിഫ്റ്റ് ഓഫ് ആസ് മിനിമം ആസ് പോസിബിൾ. മീൻസ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഈ ലിഫ്റ്റ് ഓഫ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വെക്കുന്ന സമയത്ത് എന്താണ്? ബെറ്റർ സെൻസിറ്റിവിറ്റി കിട്ടും. സെൻസിറ്റിവിറ്റി മീൻസ് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡിഫക്റ്റ് നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ദ ക്ലോസർ ദ കപ്ലിംഗ് ബിറ്റ്വീൻ കോയിൽ ആൻഡ് ടെസ്റ്റ് സ്പെസിമെൻ, the denser the eddy current field that can be developed, and thus more sensitivity to any material variable. അടുത്തത് ഫിൽ ഫാക്ടർ. ഫിൽ ഫാക്ടർ ഈസ് ഇക്വാലൻ്റ് ടു ലിഫ്റ്റ് ഓഫ് വെൻ യൂസിങ് എൻസർക്ലിംഗ് കോയിൽസ്. അതായത് സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ ട്യൂബുലർ വർക്ക് പീസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ഫിൽ ഫാക്ടറാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ കറക്റ്റ് അലവൻസ് ബിറ്റ്വീൻ ഇൻസ്പെക്ഷൻ കോയിൽ ആൻഡ് tubular sample to ensure freedom of movement during scanning, while maintaining proximity to the coil to the sample to generate sufficient eddy current to perform the inspection. Means ഈ ഒരു ടേം ഫിൽ ഫാക്ടർ എന്ന് പറയുന്ന ടേമിൻ്റെ യൂസ് എന്ന് പറയുന്നത് ടു ഡിറ്റർമൈൻ ദ കറക്റ്റ് അലവൻസ്. അലവൻസ് എന്ന് വെച്ചാൽ ഇതിപ്പം ഒരു ഇൻസൈഡ് പ്രോബാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ചെറിയ ഗ്യാപ്പ്, അതാണ് ഈ അലവൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അലവൻസിൻ്റെ ആവശ്യം എന്താണ്? ഒന്നാമത് വെച്ചാൽ ഈ ഒരു എൻ്റയർ ട്യൂബുലർ സ്പെസിമെൻ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഈ പ്രോബിനെ ഒരു ഡയറക്ഷനിൽ നിന്ന് അടുത്ത ഡയറക്ഷനിൽ മൂവ് ചെയ്യേണ്ടി വരും. അതാണ് ഈ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ അലവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ എന്തും കൂടെ വേണം? ഇതിൽ എഡി കറൻസ് ജനറേറ്റ് ചെയ്യണം. ഒരു ട്യൂബുലർ സാമ്പിളാണ് ഇൻസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സെക്ഷൻ ഇവിടെയും ഇവിടെയും മൊത്തമായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ, ഈ പ്രോബിൻ്റെ സൈസ്, അതിൻ്റെ ഡയമീറ്റർ വല്ലാണ്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിൽ ജനറേറ്റ് ചെയ്യുന്ന എഡി കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. ആ സമയത്ത് അത് ഇൻസ്പെക്ഷനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടും വേണം. ഒന്ന്, ഇത് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റും ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത് ഇത് ഈ കോയിലെന്ന് പറയുന്നത് ഈ ഇൻസൈഡ് സർഫസിൻ്റെ വളരെ പ്രോക്സിമിറ്റിയിൽ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും വേണം. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് എഡി കറന്റ് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഫിൽ ഫാക്ടർ ഇൻറ്റേർണൽ കോയിൽസിൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫിൽ ഫാക്ടർ ഈസ് ഈക്വൽ ടു കോയിൽ ഡയമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ ട്യൂബ് ഡയമീറ്റർ സ്ക്വയർ. ഇൻറ്റേർണൽ കോയിൽസിൻ്റെ കേസിൽ ഫിൽ ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എക്സ്പ്രഷനാണിത്. ഇനി എൻ സർക്ലിംഗ് കോയിൽസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോയിൽസിൻ്റെ കേസിൽ ട്യൂബ് ഡയമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ കോയിൽ ഡയമീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് ഫിൽ ഫാക്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റും പിന്നെ കറക്റ്റ്
ഒരു അലവൻസ് കീപ്പ് ചെയ്യൽ. ഇത് മൂവ് ചെയ്യും വേണം, അതേമാതിരി കറക്റ്റ് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ഷൻ നടക്കുകയും വേണം. ഇതിൻ്റെ സൈസ് വല്ലാണ്ട് കുറഞ്ഞാൽ ഇതിൻ്റെ എഡി കറൻറ്റ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ആ ഡെപ്ത്ത് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേരി ചെയ്യും. ഡെപ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എഡി കറൻറ്റ് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, എഡി കറൻറ്റ് ഡെൻസിറ്റി വല്ലാണ്ട് ഡിക്രീസ് ചെയ്താൽ പിന്നെ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. ഓക്കെ, ഇനി ഐഡിയലി ദ ഫിൽ ഫാക്ടർ ഷുഡ് ബി ആസ് ക്ലോസ് ടു 1 ആസ് പോസിബിൾ. ഐഡിയൽ കേസ് എന്ന് പറഞ്ഞാൽ ഫിൽ ഫാക്ടറിൻ്റെ വാല്യൂ ഐഡിയൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഐഡിയലായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് അതിന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. പക്ഷേ ഫിൽ ഫാക്ടർ ഒരിക്കലും നമുക്ക് 1 യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എ ഫിൽ ഫാക്ടർ ഓഫ് 1 ക്യാൻ നെവർ ബി അച്ചീവ്ഡ് ഇൻ പ്രാക്ടീസ് സിൻസ് എ പ്രോബ് വുഡ് നോട്ട് ട്രാവൽ ഡൗൺ ദി ട്യൂബ്. ഫിൽ ഫാക്ടർ 1 ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രോബിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഫിൽ ഫാക്ടർ വന്നതെന്ന് വെച്ചാൽ ഐഡിയൽ കേസ് അത് എക്സ്ട്രീം കേസാണ്, പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് ഫീസിബിളായിട്ട് ഏകദേശം ബെറ്ററായിട്ട് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ദ ഒപ്റ്റിമം ഫിൽ ഫാക്ടർ ഫോർ ട്യൂബ് ടെസ്റ്റിംഗ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.7 ഒപ്റ്റിമം വാല്യൂ. ദിസ് അലൗസ് റീസണബിൾ സെൻസിറ്റിവിറ്റി ടു ബി അച്ചീവ്ഡ് വൈൽ മെയിൻറ്റെയിനിങ് അഡിക്വേറ്റ് ക്ലിയറൻസ് വെൻ ഡേർട്ട് ഓർ ഡെൻസ് മേ ബി പ്രസൻറ്റ് ഇൻസൈഡ് ദ ട്യൂബ്. ഫിൽ ഫാക്ടർ 0.7 യൂസ് ചെയ്യുന്ന സമയത്ത് അഡിക്വേറ്റ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റിയും കിട്ടും. മീൻസ് ഇൻസ്പെക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് റിക്വയർമെൻറ്റ്സ്, നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചുള്ള റിസൾട്ടും കിട്ടും. അതേപോലെ ആ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റും കിട്ടും. ഇൻ കേസ് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസൊക്കെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അടുത്തത് എഡ്ജ് ഇഫക്റ്റ്. എഡ്ജ് ഇഫക്റ്റ് ഈസ് എ ഫിനോമിനൻ ദാറ്റ് ഒക്കേഴ്സ് when an inspection coil is at the end of the test piece. In these instances, eddy current flow is distorted as current cannot flow at the edge. So, in order to avoid confusion with the flows, inspection is limited near edges. Edge effect എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് സ്പെസിമെൻ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ സ്കാൻ ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു എഡ്ജിലെത്തുന്ന സമയത്ത് അതിന് ആ എഡ്ഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷന്, ആ എഡ്ജിൻ്റെ ഒരു എഫക്റ്റ് ആ എഡ്ഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷനിലുണ്ടാവും. അതാണ് ആക്ച്വലി എഡ്ജ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. മീൻസ് എഡ്ഡി കറൻറ്റ് എന്ന് വെച്ചാൽ സർക്കുലർ നേച്ചറാണ്, സർക്കുലർ കറൻസ് ആണ്. ആ പ്രോബ് അതിൻ്റെ എഡ്ജിലെത്തുന്ന സമയത്ത് ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ആ എഡ്ഡി കറൻറ്റ് ആ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ അതിന് കിട്ടുന്നില്ല. മീൻസ് ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, എഡ്ഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എഡ്ജിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്തു, ആ എഡ്ഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷനെ അത് അഫക്റ്റ് ചെയ്തു. ഇതിൻ്റെ മീനിങ് എന്താ, ഇവിടുന്ന് കാണിക്കുന്ന ഒരു സിഗ്നൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ആ ഡിഫക്റ്റ് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിഫക്റ്റ് ഉള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സിഗ്നൽ ആണോ അല്ലെങ്കിൽ എഡ്ജിൻ്റെ അടുക്കുന്ന കിട്ടുന്ന സിഗ്നൽ ആണോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ വരും. ഓക്കെ, എഡ്ജിൻ്റെ അടുക്കുക ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അതാണ് എഡ്ജ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദ ഫിനോമിനൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ഇൻസ്പെക്ഷൻ കോയിൽ ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ടെസ്റ്റ് പീസ്. അതായത് എൻഡിലെത്തുന്ന സമയത്ത് എഡ്ഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത് ഡിസ്റ്റോർട്ട് ചെയ്യും. ആ സമയത്ത് എന്താണ്, നമുക്ക് കിട്ടുന്ന സിഗ്നൽ അത് ഡിഫക്റ്റ് നിന്നാണോ അല്ലെങ്കിൽ എഡ്ജ് നിന്നാണോ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ്റെ കേസ് ഇവിടെ വരും. ഓക്കെ, അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഈ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ ആ എഡ്ജിലുള്ള ഇൻസ്പെക്ഷൻ എന്താണ്, ലിമിറ്റഡ് ആയിരിക്കും. The distance where the edge effect is present is approximately from 1 to 3 times diameter of the inspection coil in case of encircling probes. Encircling probesൻ്റെ കേസിൽ സർക്കുലർ ടെസ്റ്റ് പീസൊക്കെ വരുന്ന കേസിൽ എഡ്ജ് ഇഫക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 to 3 times ഡയമീറ്റർ ഓഫ് ദി കോയിലാണ്. അതിൻ്റെ മീനിങ് എന്താണ്, റിഡക്ഷൻ ഇൻ കോയിൽ സൈസ് റെഡ്യൂസസ് എഡ്ജ് ഇഫക്റ്റ്. Although there is a limit as diameter of external circling coil must be higher than that of inspected materials. Means നമുക്കിതിൻ്റെ കോയിലിൻ്റെ ഡയമീറ്റർ കുറച്ചാൽ നമുക്ക് എഡ്ജ് എഫക്റ്റ് മീൻസ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ എൻസർക്ലിംഗ് പ്രോബൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു പർട്ടിക്കുലർ വാല്യൂവിനെക്കാട്ടും താഴൊരിക്കലും അതിൻ്റെ ഡയമീറ്റർ കുറക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് എൻഡ് ഇഫക്റ്റ്. ഇൻ എഡി കറൻറ്റ് ടെസ്റ്റിംഗ് എൻഡ് ഇഫക്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡിസ്റ്റർബൻസ് ഓഫ് എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇംപിഡൻസ് ഡ്യൂ ടു പ്രോക്സിമിറ്റി ഓഫ് കോയിൽ ടു അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ജോമെട്രി. ഈ എഡ്ജ് ഇഫക്റ്റ് കണക്കിന് എൻഡ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ
അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ജിയോമെട്രി എല്ലാം ക്രോസ് സെക്ഷനിൽ അബ്രപ്റ്റായിട്ട് ഉണ്ടാകുന്ന ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അതെന്ത് ചെയ്യും, എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷന് അത് നോർമലല്ല എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷന് അത് ഡിസ്റ്റോർട്ട് ചെയ്യും. ഓക്കെ, അതാണ് എൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് സഡനായിട്ട് ജിയോമെട്രി ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷന് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഇമ്പിഡൻസ് ചേഞ്ചും ഉണ്ടാവും. അവിടെ നമുക്കൊരു സിഗ്നൽ ജനറേറ്റ് ചെയ്യും. The end effect is common for cylindrical parts being inspected with encircling or inner diameter coils. അടുത്തത് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം. ഓക്കെ, ഇംപിഡൻസ് എന്താണ്, അതുപോലെ അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രിക്കൽ ഇംപിഡൻസ് ഈസ് എ ടോട്ടൽ ഓപ്പോസിഷൻ ദാറ്റ് എ സർക്യൂട്ട് പ്രസൻസ് ടു ദി ഫ്ലോ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറൻറ്റ്. ഒരു സർക്യൂട്ടിലൂടെ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിന് ഓഫർ ചെയ്യുന്ന ടോട്ടൽ ഓപ്പോസിഷൻ അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഓപ്പോസിഷനെയാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇംപിഡൻസിൽ വരുന്ന ഫാക്ടേഴ്സ് ഒന്ന് റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ എഡി കറൻറ്റ് പ്രോബ് എന്ന് പറയുന്നത് ഇത് കോയിൽ ഓഫ് വയർ, ഇതാണ് നമ്മളെ എഡി കറൻറ്റ് പ്രോബ് എന്ന് പറയുന്നത്. ഇതിൽ ആരില്ല, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കും. ഓക്കെ, കോയിലാണ്, അതുകൊണ്ട് എന്തുണ്ടാവും, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ടാവും, നോർമലി മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എഡി കറൻറ്റ് ടെസ്റ്റിങ്ങിന് ഈ പ്രോബിൻ്റെ കേസിൽ വരുന്നുള്ളൂ. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് സെറ്റിൻ്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. ആർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ്, എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇനി ഈ ഒരു സെറ്റിൻ്റെ വാല്യൂ നമുക്കിതൊരു വെക്ടർ നൊട്ടേഷനിൽ ഇത് കാണിക്കാൻ വേണ്ടി പറ്റും, ഒരു പ്ലെയിനിൽ ഇത് കാണിക്കാൻ വേണ്ടി പറ്റും. മീൻസ് ഞാൻ എക്സ് ഡയറക്ഷനിൽ റെസിസ്റ്റൻസ് വാല്യൂ എടുക്കുന്നു, പിന്നെ അതേപോലെ വൈ ഡയറക്ഷനിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എടുക്കുന്നു. ഓക്കെ, സെറ്റ് എന്ന് വെച്ചാൽ അതിന് രണ്ട് കമ്പോണൻ്റ് ആണുള്ളത്, ആറും എക്സും. ഓക്കെ, സെറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്ലെയിനിൽ എക്സ് എൽ ആർ പ്ലെയിനിൽ നമുക്കിത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഒരു എക്സ് എൽ ആർ പ്ലെയിൻ അതിനെയാണ് എന്ത് പറയുന്നത്, ഇംപിഡൻസ് പ്ലെയിൻ എന്ന് പറയുന്നത്. ദ പ്ലെയിൻ കൺസ്ട്രക്റ്റഡ് ബൈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് വാല്യൂ വെക്ടർ ഫോമിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണിത്. ഈ ഒരു പ്ലെയിനെ എക്സ് എൽ ആർ പ്ലെയിനെയാണ് ഇംപിഡൻസ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വാല്യൂ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ഇംപിഡൻസ് വാല്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. ദ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഈസ് വെരി യൂസ്ഫുൾ വേ ഓഫ് ഡിസ്പ്ലേയിങ് എഡി കറൻറ്റ് ഡാറ്റ. ഓക്കെ, ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കണക്കിന് എഡി കറൻറ്റ് റെസ്പോൺസ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് എന്താണ്, ഇംപിഡൻസ് പ്ലെയിൻ റെസ്പോൺസ് ആണ്. ദ സ്ട്രെങ്ത് ഓഫ് എഡി കറൻറ്റ് ആൻഡ് മാഗ്നറ്റിക് പെർമേബിലിറ്റി ഓഫ് ടെസ്റ്റ് മെറ്റീരിയൽ കോസ് എഡി കറൻറ്റ് സിഗ്നൽ on the impedance plane to react in variety of different ways. മീൻസ് ആ ഒരു മെറ്റീരിയലിലെ എഡി കറൻറ്റിൻ്റെ സ്ട്രെങ്ത്, അതേപോലെ ആ ഒരു ടെസ്റ്റ് സ്പെസിമെൻ്റെ മാഗ്നറ്റിക് പെർമേബിലിറ്റി, ഇതൊക്കെ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് പിന്നെ എഡി കറൻറ്റ് സിഗ്നൽ ആ ഇംപിഡൻസ് പ്ലെയിനിൽ നമുക്ക് എന്ത് കിട്ടും, ഡിഫറെൻ്റ് റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇംപിഡൻസ് പ്ലെയിൻ ആ എക്സൽ സെറ്റ് പ്ലെയിനിൽ ഡിഫറെൻ്റ് റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എപ്പോഴും എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മാറുന്ന സമയത്തും മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പെർമേബിലിറ്റി മാറുന്ന സമയത്തും. ഓക്കെ, അതാണ് ആക്ച്വലി ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത്. നമുക്ക് ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനൊക്കെ ഉള്ള ബേസിക് ആയിട്ട് അതാണ് വരുന്നത്. ഓക്കെ, ഇനി ഇംപിഡൻസ് പ്ലെയിൻ റെസ്പോൺസ് ഓഫ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും എങ്ങനെയാണ് ആ ഡിഫക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത്, ആ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ കർവ് എങ്ങനെയാണ് വരുന്നതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. ആദ്യം നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് അതിൻ്റെ ഇംപിഡൻസ് പ്ലെയിൻ റെസ്പോൺസ് എങ്ങനെയാണ് നോക്കാം. നോൺ മാഗ്നറ്റിക് ബട്ട് കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കും, ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയിരിക്കും ബട്ട് നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. ഓക്കെ, ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അലുമിനിയത്തിൻ്റെ കേസിലാണ്. ദ എഡി കറൻറ്റ് സർക്യൂട്ട് ഈസ് ബാലൻസ്ഡ് ഇൻ എയർ ആൻഡ് ദെൻ ബ്രിങ് ക്ലോസ് ടു ദി പീസ് ഓഫ് അലുമിനിയം. ആദ്യം എന്ന് വെച്ചാൽ എഡി കറൻറ്റ് സർക്യൂട്ട്, എൻ്റയർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ പ്രോബേ കാണിച്ചിട്ടുള്ളൂ. എൻ്റയർ സർക്യൂട്ട് എന്ന് പറയുന്നത് എയറിൽ ബാലൻസ് ആയിട്ടായിരിക്കും. മീൻസ് ഈ ടെസ്റ്റ് പീസിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഉണ്ടാവുക, ബാലൻസ്ഡ് സർക്യൂട്ട് ആയിരിക്കും. ആ ഒരു
പർട്ടിക്കുലർ പോയിന്റിൽ ഇല്ലേ ഇമ്പിഡൻസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇമ്പിഡൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു എയർ എന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മീൻസ് ആ കോയിൽ എന്താണ്, എവേ ഫ്രം ദി ടെസ്റ്റ് പീസാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു ടെസ്റ്റ് പീസ് ആ ഒരു കോയിൽ ടെസ്റ്റ് പീസിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നു. എന്ത് ചെയ്യും, ഇതിലെന്ത് ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതിലെന്ത് ചെയ്യും, എഡ്ഡി കറൻസ് ജനറേറ്റ് ചെയ്യും. എഡ്ഡി കറൻസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് എഡ്ഡി കറൻസിൻ്റെ അതിൻ്റേതായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതെന്ത് ചെയ്യും, ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യും. ഓക്കെ, ആ സമയത്തിൽ റെസ്പോൺസാണ് ഇമ്പിഡൻസ് പ്ലെയിൻ റെസ്പോൺസാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ കർവ്, ഈ ഒരു കർവ് അതിൽ ജനറേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, റെസിസ്റ്റൻസിന് എന്താണ് സംഭവിക്കുന്നത്, അതേപോലെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് എന്താണ് സംഭവിക്കുന്നത്. ദ റെസിസ്റ്റൻസ് കമ്പോണൻറ്റ് വിൽ ഇൻക്രീസ്. ഇവിടെയുള്ള റെസിസ്റ്റൻസ്, ഞാൻ ഇവിടെയാണ് എക്സ് കോർഡിനേറ്റാണ് റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, വൈ കോർഡിനേറ്റ് എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു വാല്യൂ ആണ്. ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്താണ്, ഇതാണ് ഇവിടെയുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു കർവിനെ ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറയും. മീൻസ് അതിൻ്റെ ഡിസ്റ്റൻസ്, ആ പ്രോബും ടെസ്റ്റ് പീസ് തമ്മിലെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കർവിനെ ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറയും. ഇവിടെയുള്ള റെസിസ്റ്റൻസ് ഇതാണ്, ഇവിടെയുള്ള റെസിസ്റ്റൻസ് ഇതാണ്. എന്താ, ദ റെസിസ്റ്റൻസ് കമ്പോണൻറ്റ് വിൽ ഇൻക്രീസ്. പിന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓഫ് ദ കോയിൽ ഡിക്രീസസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് എന്ത് സംഭവിച്ചു, ഇവിടെയുള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആണ്. ഇവിടെയുള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇവിടെയാണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡിക്രീസ് ചെയ്തു, റെസിസ്റ്റൻസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ആ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്, എഡി കറൻസ് ആർ ബീങ് ജനറേറ്റഡ് ഇൻ അലുമിനിയം ആൻഡ് ദിസ് takes energy away from the coil which shows up as an increase in resistance. ഇവിടെ എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് അലുമിനിയം പീസെങ്കിൽ അതിൽ എഡി കറൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ് എനർജി ഡ്രോ ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് എനർജി ഡ്രോ ചെയ്യുന്നത്. കോയിലിൽ എനർജി ഡ്രോ ചെയ്തിട്ടാണ് ഇവിടെ എഡി കറൻസ് ജനറേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ആക്ച്വലി എന്തായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത്, an increase in resistance ആയിട്ടാണ് അത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ, ദ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ എഡി കറൻസ് ഓപ്പോസസ് കോയിൽസ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ നെറ്റ് ഇഫക്റ്റ് ഈസ് എ വീക്കർ മാഗ്നറ്റിക് ഫീൽഡ് ടു പ്രൊഡ്യൂസ് ഇൻഡക്റ്റൻസ്. മീൻസ് ഇവിടെ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ആ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണ്, ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് ഗ്രീൻ കളറിൽ, അതുകൊണ്ടാണ് ഇവിടെ എഡി കറൻസ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ എഡി കറൻസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എഡി കറൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, അത് ആരെ ഓപ്പോസ് ചെയ്യും, പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിന്, അതായത് കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യും. മീൻസ് ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഒരു വീക്കർ മാഗ്നറ്റിക് ഫീൽഡാണ്. അതുകൊണ്ട് എന്താ, കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് ഡിക്രീസ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് ഈ കർവിന് ഈ ഒരു നേച്ചർ കിട്ടുന്നത്. ഇതിപ്പം ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത സാമ്പിളിലെ കർവാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു ഡിഫക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ഡിഫക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ടെസ്റ്റ് പീസിലൊരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഇഫ് എ ക്രാക്ക് ഈസ് പ്രസൻറ്റ് ഇൻ ദ മെറ്റീരിയൽ ഫ്യൂവർ എഡി കറന്റ് വിൽ ബി ഏബിൾ ടു ഫോം ആൻഡ് ദ റെസിസ്റ്റൻസ് വിൽ ഗോ ബാക്ക് ഡൗൺ ആൻഡ് ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വിൽ ഗോ ബാക്ക് അപ്പ്. ഒരു ഡിഫക്റ്റ് എൻകൗണ്ടർ ചെയ്തു, സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫക്റ്റ് കിട്ടുന്ന സമയത്ത് എന്താണ്, അവിടെ ജനറേറ്റ് ചെയ്യുന്ന എഡി കറൻറ്റ് ഫ്യൂവർ എഡി കറൻറ്റ് ആയിരിക്കും, ലെസ് വാല്യൂ ആയിരിക്കും. മീൻസ് എന്താ, നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് വേറൊരു ഡിഫറെൻറ്റ് പാത്തിലൂടെയാണ് അത് പോകുന്നുണ്ടാവുക. ക്രാക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിഗ്നലാണ് കിട്ടുക. ഓക്കെ, റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്തു, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒരു സിഗ്നൽ അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, വേറെ അത് അഡ്വേഴ്സ് ആയിട്ടുള്ള വേറെ എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് എന്താണ്, ഒരു ക്രാക്കിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇമ്പിഡൻസ് പ്ലെയിൻ റെസ്പോൺസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇപ്പം പറഞ്ഞത് അലുമിനിയം എന്താണ്, കണ്ടക്റ്റീവ് ബട്ട് നോൺ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഇനി ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിലോട്ട് പോകുന്ന സമയത്ത് റെസ്പോൺസ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത അലുമിനിയത്തിൻ്റെയാണ്. മാഗ്നറ്റിക്കിൻ്റെ കേസിൽ ഇവിടെ അപ്പർ പോർഷനിലാണ് കാണിച്ചിരിക്കുന്നത്. When the probe is placed close to magnetic material such as steel, just like aluminum, eddy current forms, taking energy away from the coil, which shows up as an increase in coil resistance. Means ഇതാണ് ഫസ്റ്റത്തെ എയർ പോയിന്റ്. ഓക്കെ, ബാലൻസ്ഡ് ഇൻ എയർ
നോട്ട് ഇൻ ദ പ്രോക്സിമിറ്റി ഓഫ് ദി ടെസ്റ്റ് മെറ്റീരിയൽ. ഓക്കെ, അതിനുശേഷം ആ പ്രോബ് എന്ത് ചെയ്തു, ടെസ്റ്റ് സ്പെസിമെൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്ന സമയത്തിലെ കർവാണ് കാണിച്ചിരിക്കുന്നത്, ലിഫ്റ്റ് ഓഫ് കർവ്. എന്ത് ചെയ്തു, റെസിസ്റ്റൻസിന് എന്ത് സംഭവിച്ചു, ഇവിടെയുള്ള റെസിസ്റ്റൻസ് വാല്യൂ ഇതാണ്, ഇവിടെയുള്ള റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞ ഇതാണ്. റെസിസ്റ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്തു, മീൻസ് ആ സ്റ്റീൽ കണ്ടക്റ്റീവാണ്, അതിലെന്ത് ചെയ്തു, എഡ്ഡി കറൻസ് ഫോം ചെയ്തു. എഡ്ഡി കറൻസ് ഫോം ചെയ്യുന്നതിൻ്റെ എനർജി ഡ്രോ ചെയ്യുന്ന കോയിൽ നിന്നാണ് നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇമ്പിഡൻസ് പ്ലെയിനിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു, പക്ഷേ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇവിടുത്തെ കേസിലെന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡിക്രീസ് ചെയ്തതിന്. ഇവിടെ എത്തുന്ന സമയത്ത് എന്തായി, ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈ ഒരു വാല്യൂ ആണ്, ഇവിടെയാണെങ്കിൽ ഈ ഒരു വാല്യൂ ആണ്, മീൻസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. അതേപോലെ just like with aluminum, the eddy current generate their own magnetic field that opposes the coil magnetic field. However, it is clear from the diagram that inductive reactance increases. ഇവിടുന്ന് ഇവിടത്തോട്ട് പോകുന്ന സമയത്ത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. അതിൻ്റെ കാരണം എന്താണ്? This is because magnetic permeability of the steel concentrate coil's magnetic field. This increase in magnetic field strength completely overshadows the magnetic field of eddy current. ഇവിടെ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിന് ആരും ഓപ്പോസ് ചെയ്യുന്നുണ്ട്, എഡ്ഡി കറൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് മാഗ്നറ്റിക് മെറ്റീരിയലാണ്, അന്നേരം എന്ത് ചെയ്യും, അതിൻ്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, ഈ പ്രൈമറി മാഗ്നറ്റിക് ഫ്ലക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യും. ഓക്കെ, മാഗ്നറ്റിക് മെറ്റീരിയൽ ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് വെച്ചിട്ട് ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ റീഇൻഫോഴ്സ് ചെയ്യും. മീൻസ് എന്താ, ഈ ഓപ്പോസിങ് എഡ്ഡി കറൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് അതില്ലാണ്ടാവും. കാരണം ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത്, അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ എഡ്ഡി കറൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഇതിനെ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ വീക്കൻ ചെയ്യുന്നു. പക്ഷേ മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ത് ചെയ്യും, ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഈ എഡ്ഡി കറൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇന്നൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് ക്രാക്ക് വിൽ പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ എഡ്ഡി കറൻറ്റ് സിഗ്നൽ സിമിലർ ടു ദാറ്റ് സീൻ വിത്ത് അലുമിനിയം. അലുമിനിയത്തിൻ്റെ കേസിൽ റെസ്പോൺസ് ഇതായിരുന്നു, സിമിലർ റെസ്പോൺസ് തന്നെയാണ് ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ കേസിലും കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ടായ സെയിം നേച്ചറിലെ റെസ്പോൺസ് തന്നെയാണ് കിട്ടുക. അടുത്തത് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഓഫ് എഡ്ഡി കറൻറ്റ് ടെസ്റ്റിംഗ്. എഡ്ഡി കറൻസ് ആർ ക്ലോസ്ഡ് ലൂപ്സ് ഓഫ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് സർക്കുലേറ്റിംഗ് ഇൻ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫ്ലക്സ്. They normally travel parallel to coils winding and flow is limited to area of inducing magnetic field. Eddy current concentrate near surface adjacent to excitation coil and their strength decreases with distance from the coil. എഡ്ഡി കറൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് കറൻ്റ് ആണ്. അത് ഏത് പ്ലെയിനിലാണ് ഉണ്ടാവുക, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു പ്ലെയിൻ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ എന്ന് വെച്ചാൽ ഈ ടോപ്പ് സർഫസ്, അതിലാണ് എഡ്ഡി കറൻസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. മീൻസ് എന്തായിരിക്കും, അതായിരിക്കും പാരലായിരിക്കും ഈ ഒരു കോയിൽ വൈൻഡിങ്, അതിന് പാരലായിട്ടുള്ളൊരു പാത്തിലായിരിക്കും അത് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എന്താണ്, ഐസ് ഫ്ലോ ഇസ് ലിമിറ്റഡ് ടു ഏരിയ ഓഫ് ഇൻഡ്യൂസിങ് മാഗ്നറ്റിക് ഫീൽഡ്. ആ ഇൻഡ്യൂസിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കിട്ടുന്ന ഏരിയയിൽ മാത്രമേ എഡ്ഡി കറൻസ് ഉണ്ടാവുള്ളൂ. ആൻഡ് എഡ്ഡി കറൻറ്റ് കോൺസെൻട്രേറ്റ് നിയർ ദി സർഫസ് അഡ്ജസൻറ്റ് ടു എക്സൈറ്റേഷൻ കോയിൽ. എക്സൈറ്റേഷൻ കോയിലിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന സർഫസ്, അതായത് ഒരു ടോപ്പ് സർഫസിൽ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ കോയിൽ, കോയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, ഇപ്പം ഇവിടെയാണ് കോയിൽ ഇല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എഡ്ഡി കറൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്താണ്, ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ, എഡ്ഡി കറൻറ്റ് ഡെൻസിറ്റി ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ഡെപ്ത്. അതായത് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത് ആ എഡ്ഡി കറൻറ്റിൻ്റെ ആ ഒരു ടെസ്റ്റ് സർഫസ് അല്ല ടെസ്റ്റ് സ്പെസിമെനിലോട്ടുള്ള ഡെപ്താണ്, പെനിട്രേഷൻ ഡെപ്താണ് ഉദ്ദേശിക്കുന്നത്. എഡ്ഡി കറൻറ്റ് ഡെൻസിറ്റി ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ഡെപ്ത് കൂടുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് സ്കിൻ ഇഫക്റ്റ്.
ഓക്കെ, ഒരു പർട്ടിക്കുലർ ഫിനോമിനൻ പറയുന്നതാണ് സ്കിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? സ്കിൻ ഇഫക്റ്റ് അറൈസസ് വെൻ എഡി കറന്റ് ഫ്ലോയിങ് ഇൻ ദ ടെസ്റ്റ് ഒബ്ജെക്ട് അറ്റ് എനി ഡെപ്ത് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് which opposes the primary magnetic field, thus reducing net magnetic flux and causing decrease in current flow as depth increases. സ്കിൻ എഫക്റ്റിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ എഡി കറൻറ്റിന് അതിൻ്റേതായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് ആരെയാണ് ഓപ്പോസ് ചെയ്യുന്നത്? പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ്. ആ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ്, ആൾട്ടർനേറ്റിംഗ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡാണ് എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ എഡി കറൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ പ്രൈമറി ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസാന്ന് പറയുന്ന ലോ എന്ന് വെച്ചാൽ ലെൻസസ് ലോ ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്കിൻ എഫക്റ്റിൻ്റെ കാരണം. അത് ഓപ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ വീക്കൻ ചെയ്യും. പ്രൊപ്പോർഷണലായിട്ട് ആ ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, എഡി കറൻറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സ്കിൻ എഫക്റ്റിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതാണ്. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ. ടെസ്റ്റ് ഫ്രീക്വൻസി വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ വേരി ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടെസ്റ്റ് ഫ്രീക്വൻസി ഈസ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ദാറ്റ് ഡിറ്റർമൈൻസ് ദി ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഓഫ് എഡി കറൻസ് ഇൻ ദി ടെസ്റ്റ് സ്പെസിമെൻ. The depth that eddy currents penetrate into material is affected by frequency of excitation current and the electrical conductivity and magnetic permeability of specimen. ഡെപ്ത് ഓഫ് പെനിട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫ്രീക്വൻസി, എ സി ഫ്രീക്വൻസി, സപ്ലൈ ഫ്രീക്വൻസി, പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് മാഗ്നറ്റിക് പെർമേബിലിറ്റി ഓഫ് ടെസ്റ്റ് സ്പെസിമെൻ. ടെസ്റ്റ് സ്പെസിമെൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീനെ മാഗ്നറ്റിക് പെർമേബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. ആര്? ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഡിക്രീസ് ചെയ്യും എപ്പോൾ? വിത്ത് ഇൻക്രീസിങ് ഫ്രീക്വൻസി ആൻഡ് ഇൻക്രീസിങ് കണ്ടക്ടിവിറ്റി ആൻഡ് മാഗ്നറ്റിക് പെർമേബിലിറ്റി. മീൻസ് ഹൈ ഫ്രീക്വൻസി, ഹൈ കണ്ടക്ടിവിറ്റി, ഹൈ മാഗ്നറ്റിക് പെർമേബിലിറ്റി. ഈ ഒരു കേസിൽ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഞാനിവിടെ 3 പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്: ഫ്രീക്വൻസി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് മാഗ്നറ്റിക് പെർമേബിലിറ്റി ഓഫ് മെറ്റീരിയൽ. പക്ഷേ ടോപ്പിക്കിൽ ഇപ്പം പറയുന്നത് വെച്ചാൽ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ആണ്. അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ എന്താണ്? ഒരു ഇൻസ്പെക്ടർക്ക് ഈ 3 പാരാമീറ്ററിന് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഇൻസ്പെക്ടർക്ക് വേരി ചെയ്യാൻ വരുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. ഓക്കെ, ബട്ട് ദ ടെസ്റ്റ് ഫ്രീക്വൻസി ഈസ് ദ ഓൺലി പാരാമീറ്റർ ദാറ്റ് ക്യാൻ ബി വാരിഡ് ബൈ ഇൻസ്പെക്ടർ ഡ്യൂറിങ് ഇൻസ്പെക്ഷൻ. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് പെർമേബിലിറ്റി ഒരു ഇൻസ്പെക്ടർക്ക് കൺട്രോൾ ചെയ്യാൻ വരുന്ന പാരാമീറ്റർ അല്ല. അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ വരുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി മാത്രമാണ്. അതുകൊണ്ടാണ് ആ ഫ്രീക്വൻസിയുടെ എഫക്റ്റായിട്ട് ഇത് പറയുന്നത്. ഓക്കെ, ദ ഡെപ്ത് അറ്റ് വിച്ച് എഡി കറന്റ് ഡെൻസിറ്റി ഹാസ് ഡിക്രീസ്ഡ് ടു 1/e or about 37% of surface density is called standard depth of penetration. The depth of penetration of eddy current is given by delta is equal to 1/√pi f sigma mu. ഡെൽറ്റ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ, സിഗ്മ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മ്യൂ മാഗ്നറ്റിക് പെർമേബിലിറ്റി, എഫ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ ഫ്രീക്വൻസി. അതായത് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എഡി കറൻറ്റിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് വെച്ചാൽ ഡിക്രീസ് ചെയ്തിട്ട് സർഫസ് ഡെൻസിറ്റിയുടെ 37% എത്തുന്നൊരു ഡെപ്ത് ഉണ്ടാവും. ഓക്കെ, ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വിഡ്ത്ത് അതാണ് എഡി കറന്റ് ഡെൻസിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്തു? അത് ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് വെച്ചാൽ ഡെപ്ത് അറ്റ് വിച്ച് എഡി കറന്റ് ഡെൻസിറ്റി ഹാസ് ഡിക്രീസ്ഡ് ടു 37% ഓഫ് സർഫസ് ഡെൻസിറ്റി. സർഫസ് ഡെൻസിറ്റിയുടെ 37% ഈ ഡാർക്കിൽ കാണിച്ചിരിക്കുന്നത് അതുണ്ടാവുന്ന ഒരു ഡെപ്ത് ഉണ്ടാവും. ആ ഡെപ്തിനാണ് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി, ഹൈ കണ്ടക്ടിവിറ്റി, ഹൈ പെർമേബിലിറ്റി ആണ്. ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്ത് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി ഈ ഒരു കേസ് നോക്കുക. ഇത് ലോ ഫ്രീക്വൻസി, ലോ കണ്ടക്ടിവിറ്റി, ലോ പെർമേബിലിറ്റി ആണ്. ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഈ വാല്യൂസൊക്കെ ഹൈ ആവുന്ന സമയത്ത് ഇത് ഡിക്രീസ് ചെയ്യും. ഇത് ലോ ആവുന്ന സമയത്ത് ഇത് ഹൈ വാല്യൂ ആയിരിക്കും. ലോ ആവുന്ന കേസിൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. ലോ ഫ്രീക്വൻസി, ലോ കണ്ടക്ടിവിറ്റി, ലോ പെർമേബിലിറ്റി വരുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ, ഈ ഒരു കേസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്താണ്? ഹൈ ആണ്.
The depth of penetration of eddy current in a material is a critical factor. ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് വെച്ചാൽ എഡി കറൻറ്റ് ഇൻസ്പെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്യൂബ് ഇൻസ്പെക്ഷൻ. ഇൻ കേസ് ഓഫ് ട്യൂബ് ഇൻസ്പെക്ഷൻ, ഇഫ് എഡി കറൻറ്റ് ഡു നോട്ട് പെനിട്രേറ്റ് ദി വാൾ തിക്നെസ് ഓഫ് ട്യൂബ് ദെൻ ഇറ്റ് ഈസ് പോസിബിൾ ടു മിസ് ദ ഡിഫക്റ്റ്. അപ്പം എഡി കറൻറ്റ് ഇവിടെയാണ് പ്രോബ് ഉള്ളത്. മീൻസ് ഈ ഒരു സർഫസിൽ എഡി കറൻറ്റ് ഡെൻസിറ്റി കൂടുതലായിരിക്കും, ഈ ഒരു ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് എഡി കറൻറ്റ് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു ഔട്ടർ സർഫസിൽ എത്തുന്ന സമയത്ത് എഡി കറൻറ്റ് ഡെൻസിറ്റി 0 എത്തുമെന്ന് വെച്ചോ. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ഒരു ഫ്രീക്വൻസി ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടില്ല. മീൻസ് ഔട്ടറിലെത്തുന്ന സമയത്ത് എഡി കറൻറ്റ് ഡെൻസിറ്റി 0 മീൻസ് എന്താ, ഈ ഒരു ഡയറക്ഷനിൽ ഞാനിങ്ങനെ സ്കാൻ ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഡിഫക്റ്റ് എന്താവും, മിസ്സാവും. കാരണം ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കുറവാണ്. അതുകൊണ്ട് എന്താ, അതൊരു ക്രിട്ടിക്കൽ ഫാക്ടറാണ്. അറ്റ് ഹയർ ഫ്രീക്വൻസീസ് ദ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഈസ് ലോവർ. The frequency must be chosen which permit penetration to the depth up to which defect are to be found. മീൻസ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യുന്ന അത്രയും ഡെപ്തിലോട്ട്, ആ ഡെപ്ത് ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ ട്യൂബിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇത്രയും ഡെപ്തിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെരി ഹൈ ഫ്രീക്വൻസി ഉപയോഗിച്ചാൽ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കുറവായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫക്റ്റ് മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. For general tube inspection, the frequency used is often the frequency at which standard depth of penetration is equal to wall thickness of the tube. ട്യൂബ് ഇൻസ്പെക്ഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡെപ്ത്, ഇതിൻ്റെ വാൾ തിക്നെസ് ഉണ്ടാവും, ഈ ഒരു തിക്നെസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഫ്രീക്വൻസി ഏതാണോ അതായിരിക്കും നോർമലി ട്യൂബ് ഇൻസ്പെക്ഷനിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ സെൻസിറ്റിവിറ്റിയായിട്ട് തന്നെ റിലേഷൻ ഉണ്ട്. അറ്റ് ഹയർ ടെസ്റ്റ് ഫ്രീക്വൻസീസ് ദ സെൻസിറ്റിവിറ്റി ടു സർഫസ് ഡിസ്കണ്ടിന്യൂറ്റി വിൽ ബി ഹൈ, പെർമിറ്റിംഗ് ഡിറ്റക്ഷൻ ഓഫ് സ്മോളർ സർഫസ് ഡിഫക്റ്റ്. അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ എടുക്കണമെങ്കിൽ ഹൈ ടെസ്റ്റ് ഫ്രീക്വൻസി യൂസ് ചെയ്യണം. പക്ഷേ ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. നേരെ മറിച്ച് ലോ ഫ്രീക്വൻസിയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഹൈ ആയിരിക്കും, പക്ഷേ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, അതിനിടയ്ക്ക് എന്ത് വേണം, ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കണം.